നമസ്കാരം. രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള നിർദ്ദിഷ്ട ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിന്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് മുൻ മന്ത്രി ടി.യു. കുരുവിള. കേരള കോൺഗ്രസുകാരനായ താൻ 2006-ൽ LDF സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. 3 മാസത്തിനുള്ളിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. കാര്യമായ അനുഭവ സമ്പത്തില്ലാതെയാണ് മന്ത്രിസഭയിൽ അംഗമാവുന്നത്. ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ ഇത്തരത്തിലൊരു സ്റ്റേഡിയം വേണമെന്ന ആശയം മനസ്സിലുദിച്ചത്. പിന്നീട് ഇത് നടപ്പിലാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 5,65,00,000 രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ചുറ്റുമതിൽ കെട്ടലും തറ നിരപ്പാക്കലും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹം വിശദമാക്കി. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന് മാത്രമായി 3 കോടിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 4,43,00,000 രൂപയും പിന്നീട് 2 ഘട്ടമായി അനുവദിച്ചിരുന്നു. ഈ തുകകൾ മുൻ LDF UDF ഗവൺമെൻറ്റുകളുടെ കാലത്താണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ച സ്ഥിതിയാണ് നിലവിലുള്ളത്. കൊച്ചിയിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾക്കായി അടിയന്തര പ്രാധാന്യം നൽകി ഏതാണ്ട് 70 കോടിയോളം മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നതായുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ തുകയുടെ പകുതിയിൽ താഴെ മുടക്കിയിരുന്നെങ്കിൽ 1 ദശാബ്ദം മുമ്പേ ചേലാട് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു. ഈ കാണുന്നതാണ് നിർദ്ദിഷ്ട ചേലാട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയിട്ടുള്ള ഭൂമി. ഇതിൻ്റെ അങ്ങേവശം കനാലാണ്. അതോടൊപ്പം തന്നെ വിശദമായി അങ്ങോട്ടുള്ള സ്ഥലങ്ങളും ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അനുവദിച്ച സ്റ്റേഡിയമാണ് അതിൻ്റെ പണികൾ ആരംഭിച്ച് ഈ പാറയെല്ലാം പൊട്ടിച്ച് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ ഇതിനു വേണ്ടി പൊട്ടിച്ചിട്ടേക്കണ പാറകളാണ്. കുറേ പാറകൾ ലേലം ചെയ്ത് കൊടുത്തുവെങ്കിൽ ബാക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഇത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കൊച്ചിയിൽ നടക്കുന്നതായ ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്താമായിരുന്നു. ആകെ 24 കോടിയിൽ പരം രൂപ മുടക്കിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് അന്നത്തെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 400 മീറ്റർ ട്രാക്ക് ആൻഡ് ഫീൽഡ്, സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂൾ, ഗാലറികൾ, ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ, പരിശീലനത്തിനെത്തുന്ന കായിക താരങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും താമസിക്കുന്നതിനും ഉള്ള ക്വാർട്ടേഴ്സുകൾ, സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ, വൈദ്യുത ദീപാലങ്കാരം, ജലവിതരണം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാനമായും സ്പോർട്സ് കോംപ്ലക്സിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. കൊച്ചി ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളേക്കാൾ അനുകൂല ഘടകങ്ങൾ ഒത്തുവന്നിട്ടും ചേലാട് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാവാത്തത് ഖേദകരമാണ്. പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി തീർത്തിട്ടുള്ള പൂതത്താൻകെട്ട് അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം തുറന്നുവിട്ടിട്ടുള്ള കനാൽ നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സമീപത്തു കൂടിയാണ് കടന്നുപോകുന്നത്. ഈ കനാലിൽ നിന്നുള്ള ശുദ്ധജലം സ്വിമ്മിംഗ് പൂളിലേക്ക് ഒഴുക്കി ഉപയോഗശേഷം മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരുന്ന കായിക താരങ്ങൾക്കും അവരോടൊപ്പം എത്തുന്നവർക്കും ഗതാഗത തടസ്സമില്ലാതെ എത്തിച്ചേരുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളും സജ്ജമാണ്. കൂടാതെ മലയോര ഹൈവേ കടന്നുപോകുന്നത് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സമീപത്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് ഗതാഗത തടസ്സമില്ലാതെ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതും ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. മത്സരങ്ങൾക്കോ പരിശീലനത്തിനോ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന താരങ്ങൾക്കും ഇവരോട് ഒപ്പമുള്ളവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ ആവശ്യങ്ങൾ വേണ്ടി വന്നാൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഡെൻ്റൽ കോളേജും, സമീപ പ്രദേശത്ത് തന്നെയായി ആയുർവേദ മെഡിക്കൽ കോളേജും മറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ഒത്തുവന്നിട്ടുള്ള മറ്റൊരു സ്ഥലം കേരളത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മെസ്സി ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾ പങ്കെടുക്കുന്നതും കൊച്ചിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളതുമായ ഫുട്ബോൾ മത്സരങ്ങൾ അടക്കം രാജ്യാന്തര കായികമേളകൾ ഇവിടെ നടത്താമായിരുന്നു. ശുദ്ധജല വെള്ളം ഈ സ്റ്റേഡിയത്തിന്റെ സമീപഭാഗത്തോടെയാണ് പോകുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്നതായ വെള്ളം ഡൈവേർട്ട് ചെയ്ത് സുഖമായി സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിൽ നിന്നും അതിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് ക്വാർട്ടേഴ്സുകൾ മറ്റെല്ലാം സംവിധാനങ്ങളും ഉണ്ട്. അതോടൊപ്പം കായിക താരങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള ഒട്ടിച്ചേർന്ന് വലിയൊരു അതിലുള്ള ഫെസിലിറ്റിയോടുകൂടിയുള്ള ആശുപത്രി, കൂടാതെ സമീപത്ത് ആയുർവേദ മെഡിക്കൽ കോളേജും അതുപോലെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് വലിയ ഒരു സംവിധാനമുള്ള ഒരു പ്രദേശമാണ്. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തന്നെ സമീപത്ത് ഇഷ്ടം പോലെ സൗകര്യങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. ഇതുപോലെ ഒരു സ്ഥലം കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത് ഈ കാലത്ത് ഇടതുപക്ഷവും UDF എല്ലാം വെച്ചപ്പോൾ സംവിധാനം ചെയ്ത ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അനാസ്ഥ അന്ന് പണി ആരംഭിച്ച് അതിന്റെ സ്ഥലം ലെവൽ ചെയ്ത് ലാൻഡ് നടപ്പാക്കി അതിന്റെ ചുറ്റുമകളിൽ നിന്നുള്ള തടയിട്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ പാറ പൊട്ടിച്ച് അവിടെ കുറെ ലാൻഡ് ചെയ്ത് ബാക്കി ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സൗകര്യപ്രദമായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ്. കോതമംഗലം കായികതാരങ്ങളുടെ ആസ്ഥാനം നിന്നും കൊട്ടിഘോഷിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് കോതമംഗലത്തിന് ഒന്നും കിട്ടിയിരുന്നെങ്കിൽ അന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കൊച്ചിയിൽ നടക്കുന്നതായ ഇത് ഇവിടെ നടത്താൻ സാധിക്കുന്നത്. ഇന്ന് ചെലവാക്കുന്നതിന്റെ പകുതി കാശ് പോലും ഇതിന് അന്ന് ആവശ്യമുണ്ടായിരിക്കുന്നില്ല. ഇത് കായികമേളയോട് ചെയ്യുന്ന ഒരു വലിയ അവഗണനയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കോതമംഗലത്ത് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ കായികതാരങ്ങൾ വന്ന് ഇതിന് മുമ്പേ തന്നെ മത്സരങ്ങൾ നടത്തുമായിരുന്നു. ഇത് കോതമംഗലത്തിന് വലിയൊരു വികസനമായി മാറുമായിരുന്നു എന്നാണ് യാതൊരു സംശയവും എനിക്കില്ല. ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നതിനുള്ളതായ എയർപോർട്ടിൽ എളുപ്പത്തിൽ വരുവാനും അതുപോലെ തന്നെ മലയോര ഹൈവേ ഇല്ലാത്തോടെയാണ് ആ വഴി വരുവാനും മറ്റുള്ള വേറെയും പാടുകൾ ഈ പാടുകൾ തീർക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും വേറെ സൗകര്യപ്രദമായ ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് കേരളത്തോടുള്ള കേരളത്തിലെ കായികതാരങ്ങളോടുള്ള അവരുടെ തന്നെയാണ്, പ്രത്യേകിച്ച് കോതമംഗലം പ്രദേശത്തോടുള്ള വലിയ ഒരു അവഗണനയായി കോതമംഗലത്തിന്റെ വികസനം സ്തംഭിച്ചിരിക്കുന്ന രീതിയിലായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്റ്റേഡിയം കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ തലസ്ഥാനമാണ് കോതമംഗലം. കോതമംഗലത്തിന് പല വിധത്തിലുള്ള വിശേഷതകളുമുണ്ട്. കോതമംഗലം നഗരത്തിൽ തന്നെയാണ് MA കോളേജിൻ്റെ വിശാലമായ സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളും. അതോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ളതായ ബേസിൽ ഗ്രൗണ്ടും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സഹായത്തോടു കൂടി സെൻറ്റ് ജോർജ് ഗ്രൗണ്ടും നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. കോതമംഗലത്തിന് തൊട്ടടുത്ത പ്രദേശമാണ് ചേലാട്. സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണം ചേലാട് കോതമംഗലം മേഖലയിൽ വികസന കുതിപ്പിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതാണ്ട് 10 വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടെ മുടങ്ങിക്കിടക്കുകയാണ്. പലവട്ടം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് പല കോണുകളിൽ നിന്നും മുറവിളി ഉയർന്നെങ്കിലും ഈ സർക്കാർ ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത് പൂർത്തീകരിച്ചാൽ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയൊരു അഭിമാനമായി തീരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ആലോചന ഘട്ടം മുതൽ പങ്കാളി കൂടിയായിരുന്ന മുൻ മന്ത്രിയും കോതമംഗലത്തിന്റെ വികസന സാരഥിയും MLAയുമായിരുന്ന TU കുരുവിള ആവശ്യപ്പെട്ടു. M4 മലയാളം, കോതമംഗലം.